ഹലോ, സൗദ ഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ, ഒരു ചുരുൾമടക്കാണ്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. നമുക്കിത് ഒരു മാസം വരെ ഇത് കേടുവരാതെ ഇരിക്കും കേട്ടോ, കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ. പക്ഷെ അതിനൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ സംഭവം തീർന്നു കിട്ടും. അപ്പം നമുക്കിതെങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് നോക്കിയാലോ. നമുക്കതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാട്ടോ എടുത്തേക്കുന്നത്. ഞാൻ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ ഒരു 250 ml കപ്പാണ്. നമുക്ക് ഏത് ഗ്ലാസ്സിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് അളന്നെടുക്കാം. ഈ കപ്പ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് അല്ലാതെ നമ്മൾ വേറെ ഒരു ഓയിലും ഉപയോഗിക്കരുത്. നെയ്യാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമ്മളതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇതേപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര തന്നെ ഇടണം, നമ്മൾ അല്ലാത്ത പഞ്ചസാര ഇടരുത്. അതുപോലെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അത് സ്പൂൺ ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്യണം കേട്ടോ. നമുക്കിത് എല്ലാ ഭാഗത്തും ഉപ്പും നെയ്യും അതുപോലെ തന്നെ പഞ്ചസാരയും എല്ലാം മൈദയിൽ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നമുക്കിതിങ്ങനെ നെയ്യ് ഇങ്ങനെ കട്ട കുത്തി കിടക്കുവേ. അപ്പോൾ അത് നമുക്കിതുപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ. നമുക്കിത് ഏകദേശം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പിടിച്ച് നോക്കിയാൽ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് റെഡിയായി വരണം. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾ പഞ്ചസാര ഇട്ടതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് ലൂസായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യണേ. ഇതുപോലെ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്കൊരു 1/2 കപ്പോളം വെള്ളം മതിയാവും കേട്ടോ. ഇത്ര 1 കപ്പ് പൊടിയൊന്ന് മിക്സ് ചെയ്യാൻ 1/2 കപ്പിൻ്റെ അത്ര തന്നെ വേണ്ടി വരില്ല ചിലപ്പോൾ. അല്ലേ, നമ്മളിവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതേപോലെ ഷീറ്റിലോ ഒക്കെ ഇട്ടിട്ട് നമുക്കിത് ഒരു തുല്യ ഭാഗങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇതിവിടെ ഒരു 5 പാർട്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതിപ്പോൾ പൊടിയൊന്നും തൂവിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഈ കത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അതിനുശേഷം നമുക്കിതുപോലെ ഓരോ ഉരുളകൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണം. ഇനി നമുക്കത് കുറച്ച് പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ 1 സ്പൂണോളം പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് നമ്മളിതുപോലെ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കാവേ. നമ്മളിത് അവിടെ കണ്ടില്ലേ, നല്ല കട്ടി കുറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള 4 കൂടി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതാ നമ്മുടെ രണ്ടാമത്തതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം അതേപോലെ പരത്തിയെടുത്തു കേട്ടോ. നമുക്കതൊക്കെ ഒരേ വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. അത് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധം നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മളിതുപോലെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ എങ്ങനെ ആയാലും നമുക്കിതൊന്ന് ഈ മാവിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാവേ. അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ മൈദപ്പൊടി ഇതേപോലെ എല്ലാ ഭാഗത്തും ആകുന്ന വിധം ഒന്ന് വിതറി കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെല്ലാ ഭാഗത്തും ആയതിനു ശേഷം നമുക്കതിൻ്റെ മുകളിലോട്ട് നമ്മൾ പരത്തി വെച്ചത് ഒരെണ്ണം കൂടി എടുത്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നെയ്യും പൊടിയൊക്കെ വിതറി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് വലിപ്പം കുറവാണെങ്കിൽ ഇതേപോലെ ഒന്ന് വലിച്ച് റെഡിയാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ രണ്ടാമത്തത് വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ താഴെ നെയ്യും അതുപോലെ തന്നെ മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഓടിക്കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അത് അതിൽ ഒട്ടിപ്പിടിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടാവും. അത് നമ്മളിതെല്ലാം തേച്ച് കൊടുത്ത ശേഷം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയേ. അതെല്ലാം അതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 5 എണ്ണം ഇതുപോലെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്ത ശേഷം കണ്ടില്ലേ, ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമുക്കിങ്ങനെ മടക്കി എടുക്കാം കേട്ടോ.
നമ്മൾ ഇതുപോലെ തന്നെയാണ് മടക്കുണ്ടാക്കുന്നത്. കാജ എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ. പക്ഷേ അതിൽ നമ്മൾ പഞ്ചസാര ചേർക്കില്ല. അതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾ കളർ ചേർത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് പക്ഷേ നല്ല ടേസ്റ്റാണ്. എനിക്ക് മടക്കിനേക്കാട്ടിലും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. ഇനി നമുക്കിത് ഒരേ വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എൻ്റെ ഉള്ളൊക്കെ നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് 1 കപ്പ് മാവിന് ഒരു 13 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 കപ്പ് എടുക്കുമ്പോൾ അതേപോലെ ഈ നെയ്യും എല്ലാം കൂടി ഒന്ന് അതിൻ്റെ ഇരട്ടിയാക്കി കൊടുത്താൽ മതി. അതാകുമ്പോൾ അത്യാവശ്യം 2-3 ദിവസം ഇരിക്കും. ഈ 1 കപ്പിൽ ഉണ്ടാക്കിയാലൊന്നും ഇരിക്കാൻ ചാൻസ് ഇല്ല, പെട്ടെന്ന് തീരും. അതിനുശേഷം നമുക്കിത് ഓരോന്നെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമുക്കിതൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടി കുറഞ്ഞ് പരത്തരുത്, ചെറിയൊരു കട്ടി വേണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് കനത്തിലോ കട്ടി വേണം. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മിഠായികളും, കടലമിഠായി ആണെങ്കിലും അതേപോലെ നമ്മുടെ തേൻ മിഠായി, അങ്ങനെ ഒരുവിധം സ്നാക്സുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ ഉണ്ടല്ലോ ഇതെല്ലാം പരത്തി വെച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം നമ്മളിത് ഫ്രൈ ചെയ്യാൻ ആരംഭിച്ചാൽ മതി കേട്ടോ. പിന്നീട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമുക്കിതെല്ലാം ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ എന്തായാലും ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഏത് എണ്ണയിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും അതാണെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തു. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, ഒരു 300 ഗ്രാമോളം മതിയാവും. കാരണം ഇത് അധികം കട്ടിയില്ലാത്ത സംഭവം ആയതുകൊണ്ട് കുറച്ച് പരന്ന പാത്രം എടുത്താൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് 2-3 എണ്ണമൊക്കെ ഒന്നിച്ചിടാനും പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. അതിനുശേഷം നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് സിമ്മിലോട്ട് മാറ്റണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയില്ല. പക്ഷെ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ ചൂടില്ലെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരില്ല. അപ്പോൾ നന്നായിട്ട് ചൂടുണ്ടാവണം. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മളത് സിമ്മിലോട്ട് മാറ്റിയാൽ മതിയാകും കേട്ടോ. കണ്ടില്ലേ, നല്ല ലെയറൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. കാരണം ഇത് ചുരുമടക്ക് അല്ലെങ്കിൽ നടുക്കത്തെ ഭാഗം മാത്രം ഒന്ന് കുഴിഞ്ഞു പോയിട്ട് അവിടെ മാത്രം ഒന്ന് ക്രിസ്പി ആവാതെ വരും കേട്ടോ. അപ്പോൾ തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തിരിക്കണം. നന്നായിട്ട് മുരിഞ്ഞൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ മാത്രം നമ്മളിത് അടുപ്പത്ത് നിന്ന് വാങ്ങിയാൽ മതി. ഇതാ നമ്മുടെ ഇത് ഫസ്റ്റ് ഇട്ട് കൊടുത്ത് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിതുപോലെ എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും നമ്മളിത് അടുപ്പത്തു നിന്ന് വാങ്ങാനാകുമ്പോൾ ഒന്ന് തീ കൂട്ടി വെക്കണം കേട്ടോ. കൂട്ടി വെച്ചതിന് ശേഷം നമ്മളത് കോരിയെടുക്കുകയാണെങ്കിൽ നമുക്കതൊരു തുള്ളി പോലും എണ്ണ കുടിക്കാതെ കിട്ടും. ആ സമയം ഈ ലോ ഫ്ലെയിമിൽ കിടന്നിങ്ങനെ ഈ സമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് എണ്ണ കുടിക്കും. ഒന്ന് തീ കൂട്ടി വെച്ച് ചൂടാൻ ശേഷം മാത്രം നമ്മളിത് അടുപ്പത്തു നിന്ന് വാങ്ങണേ. ഇനി ഇത് പുറത്തിരുന്നിട്ടും ഒന്നുകൂടി ഒന്ന് ക്രിസ്പി ആയി കിട്ടും. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം 3 എണ്ണം വീതം ഇട്ടിട്ടാട്ടോ വറുത്തെടുത്തത്. പക്ഷെ നമുക്കിത് 4 എണ്ണമൊക്കെ കൊള്ളാനുള്ള സ്പേസ് ഉണ്ട് ചെറുതാണെങ്കിൽ. അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ ഇതാക്കണ്ടില്ലേ, രണ്ടാമത്തെ സെറ്റും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, അതിൻ്റെ ലെയറൊക്കെ വന്നത് കണ്ടില്ലേ. കാണാൻ മാത്രമല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഒരു 13 എണ്ണം ഉണ്ടായിരുന്നു. ഞാനത് ഉണ്ടാക്കിയപ്പോൾ തന്നെ 3 എണ്ണം ഞാൻ കഴിച്ചു, ബാക്കി 10 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.